Hi, dear students, welcome back to the online classes prepared and presented by Mr. Abdul Manaf, Assistant Professor, English Department. Today, let's discuss activity 4 from page number 51. Page number 51 activity 4 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Activity 4. According to the Prevention of Cruelty to Animals Act, if an animal is used for the purpose of entertainment, it shall be according to strict norms suggested by the Act. അപ്പോൾ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് നിയമപ്രകാരം ആ ആക്ട് പ്രകാരം ഒരു മൃഗത്തെ വിനോദത്തിനുള്ള ഉദ്ദേശത്താൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് നിയമം നിഷ്കർഷിക്കുന്ന കർശനമായ മാനദണ്ഡം അനുസരിച്ചായിരിക്കണം. Let's discuss the sub-question. Imagine Ray writes a letter to the chairman of Animal Welfare Board of India informing him the details of the shoot and ensuring him that the rules will be strictly adhered to. Draft the likely letter. അപ്പോൾ നമ്മളോട് ഒരു ലൈക്ലി ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ടോപ്പിക്ക്? മൃഗസംരക്ഷണ വകുപ്പിലെ ചെയർമാന് റേ കത്തെഴുതുന്നുണ്ട് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഷൂട്ടിങ്ങിൻ്റെ വിവരങ്ങൾ നിയമം അനുശാസിക്കുന്നത് പോലെ മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ എന്നുള്ള ആ ഒരു കോണ്ടന്റ് വെച്ചിട്ടുള്ള കത്തിൻ്റെ രൂപമാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് പ്രിപ്പയർ എ ലൈക്ലി ലെറ്റർ. സോ നമ്മൾ ലെറ്റർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇറ്റ്സ് എൻ ആർട്ട്. അതൊരു കലയാണ്. നമ്മൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ അതിൻ്റെ ഒരു ഫോമാറ്റ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡർ, അതായത് സെൻഡേഴ്സ് അഡ്രസ്സ് എന്ന് നമ്മൾ പറയും. പിന്നീട് ഡേറ്റ് വെക്കണം. ഇത് ഏത് തരം ലെറ്ററിൻ്റെ ഫോമാറ്റാണ്? ലെറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ദർ ആർ 2 kinds ഓഫ് ലെറ്റേഴ്സ്. ഏതൊക്കെയാണ്? ഒഫീഷ്യൽ ലെറ്റർ ആൻഡ് ഇൻഒഫീഷ്യൽ ലെറ്റർ, ഓർ ഫോമൽ ലെറ്റർ ആൻഡ് ഇൻഫോമൽ ലെറ്റർ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് എഴുതുമ്പോൾ അത് ഫോമലാണോ ഇൻഫോമലാണോ? തീർച്ചയായിട്ടും അത് ഫോമൽ ലെറ്ററാണ്. ഫോമൽ ലെറ്ററിന് വേണ്ട ഫോമാറ്റാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. പേജ് നമ്പർ 51 ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഫോമാറ്റ് തന്നിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കുക. അത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡേഴ്സ് അഡ്രസ്സ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, മോഡേൺ ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലെറ്റർ എഴുതി തുടങ്ങേണ്ടത്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡർ, എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആയിരിക്കണം. പിന്നെ നമുക്ക് ഡേറ്റ് ലൈൻ ഉണ്ട്. നെയിം ആൻഡ് അഡ്രസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റിസീവർ. ആർക്കാണോ നമ്മൾ കത്ത് എഴുതുന്നത്, നമ്മളെ കത്ത് സ്വീകരിക്കുന്ന ആളുടെ പേരും അഡ്രസ്സുമാണ് നമ്മളവിടെ എഴുതേണ്ടത്. പിന്നെ സല്യൂട്ടേഷൻ എന്നൊരു ഭാഗമുണ്ട്. നമ്മൾ അഭിവാദ്യം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അത്തരം വാക്കുകളാണ് ലെറ്ററിനകത്ത്. ഇപ്പോൾ റെസ്പെക്റ്റഡ് സർ, മാഡം ഓർ സർ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ, അത്തരം പദങ്ങളെയാണ് നമ്മൾ ഇവിടെ സല്യൂട്ടേഷനകത്ത് ഉപയോഗിക്കേണ്ടത്. പിന്നെ വരുന്നത് സബ്ജക്റ്റാണ്. നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഈ കത്തിനകത്ത് സംസാരിക്കുന്നത്. ഇവിടെ എന്താ നമ്മൾ സംസാരിക്കേണ്ടത്? പെർമിഷൻ ഫോർ യൂസിങ് ട്രെയിൻഡ് ആനിമൽസ് ഫോർ ദ ഷൂട്ടിംഗ് പർപ്പസ്. ഷൂട്ടിംഗ് ഉദ്ദേശത്തിന് വേണ്ടി നമുക്ക് ട്രെയിൻഡ് ആനിമൽസിനെ ഉപയോഗിക്കാനുള്ള പെർമിഷനാണ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും അത് തന്നെ കൊടുക്കാം. പിന്നീട് നിങ്ങൾ ആ ഫോമാറ്റിൽ കണ്ടോ, ബോഡി ഓഫ് ദ ലെറ്റർ എന്തൊക്കെയുണ്ട് അതിനകത്ത്? ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് നമ്മൾ ആ കത്തിൽ പറയുന്ന കോണ്ടന്റ് ആരംഭിക്കേണ്ടത്. പിന്നെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ്, നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് എന്താണ് ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. പിന്നീട് ഫൈനലി ദർ ഇസ് എ കൺക്ലൂഷൻ. ഇത്രയും നമ്മൾ ബോഡി ഓഫ് ദ ലെറ്ററിനകത്ത് വരണം, കോണ്ടൻറ്റിൽ വരണം. പിന്നെ കോംപ്ലിമെൻ്ററി ക്ലോസ്, ഏറ്റവും അവസാനം കണ്ടോ, കോംപ്ലിമെൻ്ററി ക്ലോസ്, അതല്ലെങ്കിൽ നമ്മളതിനെ മറ്റൊരു പേര് വിളിക്കാറുണ്ട് കോംപ്ലിമെൻ്ററി വേർഡ്സ്. പിന്നീട് നമുക്ക് താഴെയായിട്ട് ഒരു ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. യുവേഴ്സ് ഒബീഡിയൻ്റ്ലി എന്നോ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നോ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കാം. പിന്നീട് SD ആണ്, നമ്മുടെ സിഗ്നേച്ചർ വേണം, പിന്നെ നെയിം കൂടെ കൊടുക്കണം. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഫോമൽ ലെറ്റർ എഴുതി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ എഴുത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഫോമാറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫോമൽ ലെറ്റർ ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് വെക്കണം. കൂടാതെ ഒരു കാര്യം ഓർക്കുക, ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന ഒരു ആക്ടിവിറ്റി കൂടെയാണ് എക്സാമിനിത്. ക്വസ്റ്റ്യൻ ഉണ്ടാകും, പ്രതീക്ഷിക്കാം. പല ചാപ്റ്ററിൽ നിന്നാവും ചില വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കുക. എന്തായാലും ഒന്നുകിൽ ഒരു ഫോമൽ ലെറ്റർ ആയിരിക്കും, സാധാരണ ഫോമലാണ് ചോദിക്കാറ്, അതല്ലെങ്കിൽ ഇൻഫോമൽ ലെറ്റർ നിങ്ങളോട് ചോദിക്കുക. 2 ലെറ്റർ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ ഫോമൽ ലെറ്റർ നമുക്ക് എഴുതി തുടങ്ങാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. Here is a model letter for you.